Hi everyone, welcome to Commerce World. Calicut University 3rd semester MCOM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, അതായത് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന 5th ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിത്തെ ഏകദേശം പോർഷൻസ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ബികോം 5th സെമ്മിത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6th ചാപ്റ്റർ ആയിട്ടാണ് അവർക്ക് വരുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് അവർക്കുള്ളത്. സെയിം കൺസെപ്റ്റും കാര്യങ്ങളാണ്. പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഇൻക്ലൂഡ് ആവാത്ത മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള കൺസെപ്റ്റുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾക്കത് കഴിഞ്ഞിട്ട് വരുന്നതാണ്, അതായത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് അതിലുള്ളത് തന്നെ വരുന്നുണ്ട്. ദെൻ അതിനു ശേഷമാണ് നിങ്ങൾക്ക് ബാലൻസ് ഇതിൽ MCOM നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൽ വരുന്നതാണ് മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ് എങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്ന് അറിയാലോ, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി ഓരോ ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ വരുന്നതാണ്. ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ എത്രത്തോളം മാനേജ് ചെയ്യുന്നു, നമ്മളുടെ ഓർഗനൈസേഷന് എഫക്ട് വരാതെ പോലെ എത്രത്തോളം നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഇതിന്റെ അപ്രോച്ചസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്ട്രാറ്റജിയുടെ അപ്രോച്ചസിനെയാണ് നമുക്ക് പറയുന്നത്. ആദ്യം വരുന്നതാണ് ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹെഡ്ജേഴ്സ് ആർ ദ പേഴ്സൺസ്. ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത് അവരുടെ റിസ്ക് വന്നിട്ട് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, റിസ്ക് വന്നിട്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതാണ് ഈ ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അസറ്റ് ഉണ്ടാകും, ഒരു ഓർഗനൈസേഷന്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 10 years ആണ് അസറ്റിന്റെ മെച്യൂരിറ്റി വരുന്നത് എന്നാണെങ്കിൽ ആ 10 years വരെ എത്രത്തോളം ആ അസറ്റ്സ് യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, 10 കൊല്ലം മെച്യൂരിറ്റി ഉണ്ട്, 10 കൊല്ലം ലൈഫ് ലോങ് വരെ നമ്മൾ ഈ അസറ്റ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ക്യാപിറ്റൽ ഫണ്ട്സും നമ്മളുടെ ലോങ് ടേം സോഴ്സസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ കൂടി റെക്യൂർ ചെയ്ത് പോകുന്ന പോലെ ഇരിക്കണം എന്നാണ് ഈ കൺസർവേറ്റീവ് അപ്രോച്ചിലൂടെ പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് നമ്മൾ മാക്സിമം ഈ ഷോർട്ട് ടേമിൽ വരുന്ന കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ അത്രത്തോളം യൂസ് ചെയ്യാറില്ല. എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ടേമിലോട്ട് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് ലോങ് ടേം എന്നുള്ളതിന്റെ ബേസിസിലാകും. ഓക്കെ, സോ ഓരോ ഓർഗനൈസേഷനിലും നെസസറി ആണ് ഇത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട് അവർ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അഗ്രസീവ് അപ്രോച്ച് ആണ്. അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം സോഴ്സസിന്റെ ബേസിസിൽ വരുന്നതാണ്. സോ അതേപോലെ തന്നെ നമ്മൾക്ക് ഷോർട്ട് ടേം സോഴ്സസിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ വന്നിട്ട് ലോങ്ങർ ദാൻ സോഴ്സസിനെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കറണ്ട് അസറ്റ്സ് മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലോട്ടും. ഓക്കെ, സോ ഈ അപ്രോച്ചസിൽ വരുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നത് അത്രത്തോളം, അതേപോലെ തന്നെ എത്രത്തോളം നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നു, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത്. ദെൻ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ നമുക്ക് അറിയാലോ, അതായത് എല്ലാ ടൈമും ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഈക്വൽ ആയിട്ട് വരുന്നതാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലാതെ നോർമൽ ആവുന്ന സമയത്ത് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസിന്റെയും ഡിഫറൻസ് ആണ്. അല്ലാതെ ഈ സീറോ വരുന്ന സമയത്ത് നമുക്ക് രണ്ടിന്റെയും സെയിം വരുന്നതാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളതും അതേപോലെ തന്നെ അൺഇന്റർപ്രറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്ന അപ്രോച്ചസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്ന ഡയമെൻഷൻസ് ആണ്. 3 ഡയമെൻഷൻ ആണ് നമ്മൾക്ക് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് വിത്ത് റിഗാർഡ് ടു പ്രോഫിറ്റബിലിറ്റി, റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കുക എന്നുള്ളതാണ്
നമ്മൾ ചൂസ് ചെയ്ത സോഴ്സസിന്റെ ബേസിസിലായിരിക്കും. അതായത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അല്ലെങ്കിൽ മീഡിയം ടേമിലോട്ടാണോ നമ്മൾ ചൂസ് ചെയ്ത് അതിന്റെ ബേസിസിലായിരിക്കും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഏകദേശം നമ്മളുടെ ഈ പോളിസി മേക്കിംഗ് കാര്യങ്ങൾ വരുന്നത് ലോങ് ടേം എന്നുള്ളതിന്റെ ബേസിസിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ റിസ്ക് എന്ന് പറയുന്നത്, റിസ്ക് എന്ന് വരുന്ന സമയത്ത് എത്രത്തോളം റിസ്ക് അവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം റിസ്ക് ടേക്കേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിലും, അതേപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ ഈസിലി കൺവേർട്ട് ഇൻ ടു ക്യാഷ്. സോ ആ ലിക്വിഡിറ്റി പൊസിഷനും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് അത് എത്രത്തോളം വരുന്നത് എന്നുള്ളതാണ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ളതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരുന്നത്. അത് ഷോർട്ട് ടേമിലോട്ടാണോ അല്ലെങ്കിൽ ലോങ് ടേമിലോട്ടാണോ എന്നുള്ളതും, അതേപോലെ തന്നെ അതിന്റെ പോളിസീസിന്റെ ഫോർമുലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഡയമെൻഷൻ. ദെൻ രണ്ടാമത്തത് വരുന്നതാണ് ഡിസിഷൻ അബൌട്ട് ദ കോമ്പോസിഷൻ ആൻഡ് ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ്. അതായത് നമ്മളുടെ കറണ്ട് അസറ്റ്സിനെ മാത്രം നമ്മൾ അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പോകുന്നേ എന്നുള്ളതിനെയാണ് ഈ ഡിസിഷൻസ് അബൌട്ട് ദ കോമ്പോസിഷൻ ആൻഡ് ലെവൽ ഓഫ് ദ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ കറണ്ട് അസറ്റ്സിൽ വന്നിട്ട് എന്തൊക്കെ ടൈപ്സ് ഓഫ് കറണ്ട് അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അത് എത്രത്തോളം കറണ്ട് അസറ്റ്സിനെ നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും, അതേപോലെ തന്നെ അതിൽ റിസ്ക് ഉണ്ടോ റിസ്ക് ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത്. ദെൻ മൂന്നാമത്തത് വരുന്നത് ഡിസിഷൻസ് അബൌട്ട് ദ കോമ്പോസിഷൻ ആൻഡ് ലെവൽ ഓഫ് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ലൈബിലിറ്റീസ് ആണ് നമ്മൾക്കുള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ ഇത് എത്രത്തോളം നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതുമാണ് നമ്മളിതിൽ നോക്കുന്നത്. അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ റേഷ്യോസ് എത്രയാണ് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെയാണ് നമ്മളുടെ ഈ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മൊത്തം 5 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിട്ട് നമ്മൾ ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇവൻ എന്താ ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും, ലോസ് ഇൻക്രീസ് ആകുകയാണെങ്കിലും, അതേപോലെ തന്നെ നമുക്ക് ഗെയിൻ വരികയാണെങ്കിലും നമ്മൾ അതിന്റെ ബേസിസിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗനൈസേഷന്റെയും ഇക്വിറ്റി പൊസിഷൻസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് വേരിയേഷൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മളുടെ ഫേംസിന്റെ ആഡിക്വേറ്റ് കറണ്ട് അസറ്റ്സിന്റെ പേ ഓഫ് ഒബ്ലിഗേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ഇൻഎബിലിറ്റിയാണ് ഒരു ഫേം കൊണ്ടുവരുന്നത്, എത്രത്തോളം റിസ്ക് ആണ് ഇതിൽ റെഫർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് വേരിയേഷനിൽ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓരോ സോഴ്സസ് നമ്മൾ ചൂസ് ചെയ്ത സോഴ്സസിന്റെ ബേസിസിലായിരിക്കും ഇത്. അതേപോലെ തന്നെ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആകുന്ന സമയത്ത് നമ്മളുടെ എമൗണ്ട് ഓഫ് റിസ്ക് വന്നിട്ട് ഡിക്രീസ് ആകുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. റിസ്ക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന് ഉള്ളത്. ഓക്കെ, ഇതും നമ്മളുടെ സോഴ്സസിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മൾക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പൊസിഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് അതായത് ഓരോ വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിസിൽ, ആ കോൺട്രിബ്യൂഷന്റെ ബേസിസിലായിരിക്കും ഓരോ ഫേംസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫേമിൽ 100 ഇക്വിറ്റി ഷെയർസ് പുറത്തുള്ള ആൾക്കാരാണ് വെച്ചിരിക്കുന്നത് എന്നാണെങ്കിലും, അതേപോലെ തന്നെ മറ്റൊരു ഫേമിൽ ഏകദേശം 100 ഇക്വിറ്റി ഷെയർസും ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ വെച്ചിരിക്കുന്നത് എന്നാണെങ്കിലും അത് രണ്ടിന്റെയും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഇക്വിറ്റി പൊസിഷനിലൂടെ പറയുന്നത്. ഓരോ സോഴ്സസും നമ്മൾ ചൂസ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അതായത് ഏത് സോഴ്സസ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഈ മെച്യൂരിറ്റി ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലായിരിക്കും ഈ പേയ്മെന്റ് നടത്തുന്നതും. ഓക്കെ, സോ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് സോഴ്സസിലൂടെ റേസ് ചെയ്തതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ആ ഡിഫറെന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ അതിന്റെ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിസിലായിരിക്കും. ഇപ്പൊ നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും എടുക്കുകയാണെങ്കിൽ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള നമ്മുടെ കൊമേഴ്ഷ്യൽ പേപ്പർ എടുക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനൊക്കെ ലെസ് ദാൻ 1 ഇയർ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ മോർ ദാൻ 1 ഇയേഴ്സിൽ വരുന്നതാണ്. സോ രണ്ടിന്റെയും മെച്യൂരിറ്റി പീരീഡ് ഡിഫറെന്റ് ആണ്. സോ ആ മെച്യൂരിറ്റി പീരീഡിന് അനുസരിച്ചായിരിക്കും നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ആണ്.
ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ മെറ്റീരിയൽ, വേജസ് ആൻഡ് ഓവർ ഹെഡ്. അതായത് ഓരോ മെറ്റീരിയലിനും വേജസിനും ഓവർ ഹെഡിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം കോസ്റ്റ് വന്ന് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ ഈ റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ അതിന് എത്രത്തോളം പ്രൊഡക്ഷൻസും കാര്യങ്ങളും വേണം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ സൈക്കിൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രൊഡക്ഷൻ സൈക്കിളാണല്ലോ ഓരോ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത്. സോ അതിന്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളത്, അതേപോലെ തന്നെ ഈ സെയിൽസിന്റെ സൈക്കിൾ, പ്രൊഡക്ഷൻ സൈക്കിൾ പോലെ തന്നെ സെയിൽസ് സൈക്കിൾ എത്രയാണ് എന്നുള്ളതും. then അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഓരോ കസ്റ്റമേഴ്സിനും എത്ര ക്രെഡിറ്റ് ആണ് നമ്മൾ അലൗഡ് ചെയ്ത് കൊടുത്തേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻസസ് വന്നിട്ട് എത്രത്തോളം നമ്മൾ മീറ്റ് ചെയ്യണേ എന്നുള്ളതും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് റെക്കോർഡ്. അതായത് ഓരോ അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെന്റ്സിന് എത്ര പൈസയാണ് നമ്മൾക്ക് വരുന്നത് എന്നുള്ളതും. അതേപോലെ തന്നെ നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ, ലൈക്ക് വേജസോ സാലറീസോ എന്തെങ്കിലും കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അതിന് എത്രത്തോളം ടൈം ലാഗ് വന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് നമ്മൾ ഒരു സപ്ലയേഴ്സിന് അലോ ചെയ്ത് കൊടുക്കാൻ എത്രത്തോളം ടൈമാണ് ഓരോ ഓർഗനൈസേഷനും എടുക്കുന്നത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് കൊടുക്കുന്ന കണ്ടീജൻസീസ് ഉണ്ടാകും. ആ കണ്ടീജൻസ് വന്നിട്ട് എത്രത്തോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തു, അതിന് എത്രത്തോളം എമൗണ്ട് വന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ് ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നുള്ളത്. അതായത് എന്തൊക്കെ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് എങ്ങനത്തെയൊക്കെ സോഴ്സസ് ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം സോഴ്സസ്, ദെൻ ഷോർട്ട് ടേം സോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്നൊന്ന് വരുന്നതാണ് ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറയുന്നത്. ലോങ് ടേം സോഴ്സസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയറിന്റെ ബേസിസിൽ വരുന്നതാണ്. റിലേറ്റീവ്ലി ഇറ്റ് ഈസ് ലോങ് പീരിയഡ് ആണ്, ലൈക്ക് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ ലോങ് ടേം ബോറോയിങ്സ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്നുള്ളതൊക്കെ ലോങ് ടേം സോഴ്സസിലാണ്. ദെൻ ഷോർട്ട് ടേം സോഴ്സസ് ആണെന്ന് പറയുന്ന സമയത്ത് ലെസ് ദാൻ 1 ഇയർ എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതാണ്. ലൈക്ക് നമ്മുടെ കമേഴ്ഷ്യൽ ബിൽ, കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, then അതേപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, then അതേപോലെ തന്നെ ഫാക്ടറിങ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് ടേമിൽ വരുന്നത്. ദെൻ ട്രാൻസാക്ടറി സോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു ഷോർട്ട് ടേം എന്നുള്ളതിന്റെ, ഷോർട്ട് ടേം ഫണ്ട്സ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, ഇത് കോസ്റ്റ് ഫ്രീ കൂടിയാണ്. അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് കൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് ലൈബിലിറ്റീസ്, ഡിപ്രീസിയേഷൻ, ട്രേഡ് ക്രെഡിറ്റ്സ് ഇങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ലോങ് ടേം ഓർ പെർമനന്റ് സോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഷെയർസ് ആണെന്ന് പറഞ്ഞു. സോ ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു യൂണിറ്റ് ആണ്. മൊത്തം ഷെയർസിന്റെ ഒരു യൂണിറ്റിനെയാണ് സിംഗിൾ ഷെയർ എന്ന് പറയുന്നത്. സോ ഷെയർ മേടിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആസ് വെൽ എസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താന്നുള്ളതും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്താന്നുള്ളതും നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അതാണ് ഈ ഷെയർസിൽ വരുന്നത്. ദെൻ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് അവരെ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഷെയർസ് ആകുമ്പോൾ ഡിവിഡൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോൺ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് നമ്മുടെ LIC, IFCI, അതേപോലെ തന്നെ IDBI എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലോൺസിലോട്ട് വരുന്നത്. ദെൻ റീറ്റൈൻഡ് ഏർണിംഗ്സിന് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾക്ക് വന്ന ഏർണിംഗ്സിന് സർട്ടൈൻ പെർസെന്റേജ് നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന അൺകണ്ടിജൻസി സിറ്റുവേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് ഈ റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. അത് ലോങ് ടേമിലോട്ട് വരുന്നത് തന്നെയാണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടെമ്പററി അല്ലെങ്കിൽ ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. ഒന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഓക്കെ, കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന സമയത്ത് ഷോർട്ട് ടേം രീതിയിലുള്ള ഫിനാൻസിങ് കാര്യങ്ങളൊക്കെയാണ്, ലോൺസും കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് നമ്മൾ മന്ത്ലി കൊടുക്കുന്നതിനെയാണ് ഈ പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിജിയസ് ബാങ്കേഴ്സ് ആണ്. ഇൻഡിജിയസ് ബാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആയിട്ട് ഓരോ കൺട്രീസിലും ഉണ്ടാകും. ലൈക്ക് ബാങ്ക്സ് ആണ്, പക്ഷെ ഫുൾ ബാങ്ക് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇവർ ചാർജ് ചെയ്യണത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യണത് മറ്റുള്ള ബാങ്ക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുക്കുന്നതിനെയാണ് ഈ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് വന്നിട്ട് എഗ്രി ചെയ്യും, അതായത് ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങിക്കാം എന്നുള്ളതിന്റെ ബേസിസിൽ എഗ്രി ചെയ്യും. അതിനൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ സ്പെസിഫിക് എമൗണ്ടും പേ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് ഈ ഫാക്ടറിംഗ് എന്നുള്ളതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസാക്ഷൻ സോഴ്സസ്. അതിൽ വരുന്നതാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സപ്ലയേഴ്സ് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ഡീൽ ചെയ്യുന്നവർ ക്രെഡിറ്റ് കൊടുക്കും, ട്രേഡിന് ക്രെഡിറ്റ് കൊടുക്കും. സോ അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ എന്നുള്ളതൊക്കെയാണ് ഈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നത്. ഓക്കെ. ദെൻ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഓരോ ഇയേഴ്സിൽ വരുന്ന അസറ്റ്സിൽ വരുന്ന ഡിപ്രീസിയേഷൻസ് തന്നെയാണ്. ഓക്കെ. ഇതെന്ന് പറയുമ്പോൾ നോൺ ക്യാഷ് ആയിട്ട് വരുന്നതല്ല, നമ്മളത് ജസ്റ്റ് ഒന്ന് റിട്ടേൺ ഓഫ് ചെയ്ത് കളയും. അതായത് നമ്മുടെ മൊത്തം അസറ്റ്സിൽ നിന്ന് ഇത്ര രൂപ നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് എന്നുള്ളത് നമ്മൾ റിട്ടേൺ ഓഫ് ആയിരിക്കും ചെയ്ത് കളയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ടാക്സ് ലൈബിലിറ്റീസ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ എന്നുകൂടി നമ്മളിതിനെ പറയുന്നുണ്ട്. ഒരു ഡിഫേർഡ് പേയ്മെന്റ് ടാക്സ് സോഴ്സസ്, വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന സോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുമ്പോൾ ഡേ ടു ഡേ പേ ചെയ്യുന്നതല്ല, പക്ഷെ ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഉണ്ടാകും, ആ ബേസിസിൽ പേ ചെയ്യുന്നതാണ്. ലൈക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഈ ടാക്സ് ലൈബിലിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് സോഴ്സസിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.